അതെ. ഹലോ, വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പ്രിയ റസാഖ്. അപ്പോ ഇന്നെന്താ പരിപാടി? ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പിലാണ്. വർക്കിന്റെ ഭാഗമായിട്ടും അതുപോലെ ഞങ്ങൾ കുറച്ച് റീൽസ് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ട്രിപ്പ്. വയനാട്ടിലേക്കാണ്. ഒരു റിസോർട്ടാണ്, മോറി ക്യാപ്പിന്റെ ഒരു റിസോർട്ടാണ്. അപ്പോൾ വേറെന്താ പറയുള്ളത്, ഞങ്ങളിത് പോവാറങ്ങാണ്. വെട്ടി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ കൂടെ ഒരു ആൾക്കാരും കൂടെ ഉണ്ട്. നമ്മുടെ ടി ഫാമിലി കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. അവരവിടെ റെഡി ആയി നിൽക്കുകയാണ്, ഞങ്ങളിവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന കുറച്ച് രസകരമായ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിൽ കൂടെ പങ്കുവെക്കാം. പോണ വഴിക്ക് നമുക്ക് വീഡിയോ ഒന്ന് വെറൈറ്റി ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയിലല്ല പോണത്, നമ്മുടെ റയാന്റെ വണ്ടിയിലാണ് പോണത്. അവനെ കാത്ത് 1.5 മണിക്കൂറായി നിൽക്കണം. 1.5 മണിക്കൂറായിട്ടും ബോസ് വന്നിട്ടില്ല. ബോസിനെ കാത്തിക്കണം. കുഞ്ഞാറ്റ റെഡി ആയിക്കണു ട്രിപ്പ് പോവാൻ. തക്കിടത്ത് റെഡി ആയിക്കണു. കുഞ്ഞാപ്പി പെണ്ണ്. ചക്കുടു, എങ്ങോട്ട് പോണേ ചക്കുടു? ഇങ്ങോട്ട് പോണ ചക്കുടു. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ടെന്ന് പപ്പ പറഞ്ഞു. ഞാൻ സ്കൂളിലുള്ള കാരണമാണ് എപ്പോഴും ഞാൻ വീഡിയോക്ക് വരാത്തെ. അപ്പൊ ഈ വീഡിയോ ഞാനുണ്ട്, നിങ്ങൾ കാണണേ. പിന്നെ തക്കുടു ഉണ്ടോ വീഡിയോയില്? തക്കുടു ഉണ്ട്. നമ്മളിപ്പോ കോഴിക്കോട് കോപ്പർ കിച്ചൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ എത്തിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ കൂടെ ഫാമിലി ഉണ്ട്. ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. അതാരാ? ഐശ്വര്യ. ഐശ്വര്യ ആരാ? അന്റെ ഫ്രണ്ടാ? അന്റെ കേസിനോട് പറയുന്ന ഫ്രണ്ടാണിത്. ഫുഡ് വെയിറ്റ് ചെയ്യുമ്പോഴുള്ള താളം പിടുത്തം. വേഗം വരട്ടെ. തക്കടു ഹായ്, സേ ഹായ്. ഓർഡർ ചെയ്ത് അതെ. ഫുഡ് കിട്ടാത്ത സ്പെഷ്യൽ കുഞ്ഞാറ്റ തക്കുവിന്റെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഷെഫിയുടെയും ഷെമിയുടെയും വീട്ടിലൊന്ന് കയറി അവിടെ നിന്നൊരു ചായ ഒക്കെ കുടിച്ചു. എന്നിട്ട് 2 മണിയായപ്പോഴേക്കും നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചു. മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ട്രിപ്പ് പോകുന്നതിൻ്റെ. പീസിന് വേണ്ടി തല്ലിവിടുന്ന ഷെമി ആകെ തല്ലണം ഗൈസ്. ഞാനിങ്ങനെ സെപ്പറേറ്റ് വോയിസ് ഓവർ ഒന്നും കൊടുക്കുന്നില്ല. ഈ വീഡിയോനകത്തുള്ള ഒറിജിനൽ വോയിസ് തന്നെ അങ്ങനെ ഇട്ടുകൊണ്ട് പോവുകയാണ് കേട്ടോ. ചില ഭാഗത്ത് മാത്രം ഞാനിങ്ങനെ വന്ന് സംസാരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പോവാൻ നിൽക്കുകയാണ്. ചുരം കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നല്ലൊരു വിഷ്വൽ കിട്ടിയിരുന്നു. പക്ഷെ ക്യാമറ കാണായപ്പോഴേക്കും വിഷ്വൽ പോയി. സ്വാഭാവികം, അങ്ങനെ വരും. അതാണ് ക്യാമറമാന്റെ കൊണ്ടാട്ടി ക്യാമറമാൻ ഇട്ടിട്ട് നല്ല മഴ. നമ്മുടെ റയാൻ മഴയും കൊണ്ടിട്ട് വ്യൂ എടുക്കണം ഗൈസ്. മഴയൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ക്ലിയർ വ്യൂ ആയിരുന്നു കേട്ടോ. കുറേ അങ്ങനെ മഞ്ഞും അതൊന്നും കാണാണ്ടായിരുന്നില്ല. മഞ്ഞൊക്കെ ഓൾമോസ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തു. വെൽക്കം ടു വയനാട്.
ഗൈസ് നമ്മൾ വയനാട്ടിലേക്ക് കാലെടുത്ത് കുത്തിയിരിക്കുന്നു ചക്ര. ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. മോറി ക്യാപ്സിന്റെ ലോഡ്സ് 83 എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ റിസോർട്ടാണ്. ഒന്നാമത് നല്ല ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ആണ്, പെരുമഴയില്ല, ഒരു ചാറ്റൽ മഴ, പിന്നെ ആവശ്യത്തിന് തണുപ്പ്, ചൂടൊട്ടുമില്ല, നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ് ആണ്. മോറി ക്യാപ്പിന്റെ ലോഡ്സ് 83 എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആദ്യം തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മളൊരു രജിസ്ട്രേഷൻ കാർഡ് ഉണ്ട്, അത് ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ, നല്ല തിരക്കാണ്. അത്യാവശ്യം നല്ല എന്താ പറയാ ഗസ്റ്റുകളുണ്ട് ഇവിടെ. ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങാനായിട്ട് വന്നതാണ്. ഷമിതാന ബാംഗ്ലൂരിലേക്ക് പോവാണ്, ട്രിപ്പ് പോവാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഷെഫി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ളൊരു സ്ഥലം തന്നെയാണല്ലോ, അത്ര ലോങ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അങ്ങനെ സർപ്രൈസ് പൊളിഞ്ഞു എന്നുള്ള രീതിയിൽ. നമ്മള് ഉണ്ടാക്കണ്ട, നമ്മള് ഇവിടെ ഏറ്റവും ഇവിടെ തന്നെ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. നമ്മൾ ഉണ്ടാക്കണോ അതോ ഇവിടെ ഉണ്ടാക്കി തരുമോ നോക്കി നോക്കാം. അല്ല, നമ്മൾ സാധാരണ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ, എല്ലാ ഐറ്റംസും അവിടെ കൊണ്ടുതരും, നമ്മൾ ഉണ്ടാക്കണല്ലോ. ഇത് മിൽറ്റന്റെ കോഫിയാണ്, അത് ചായയാണ്. അതെ, വേണ്ട, ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്, നമ്മള് കപ്പിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി. എന്ന് പറയണ ഊപ്പരന്നൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ട്. അല്ല, എനിക്ക് ഷുഗറിന്റെ പ്രശ്നമില്ല, അപ്പൊ ഞാൻ ഷുഗർ എടുത്തിട്ടുണ്ട്. ഷുഗറിന്റെ പ്രശ്നമുള്ള ചില ആൾക്കാരെ ഞാൻ ചൂണ്ടി കാണിച്ചു തരാം. ആ സ്റ്റോറി ഞാൻ പറയാം. ചായയില് മധുരം വേണ്ട, 2 ലഡു എടുത്തോ ചായയുടെ കൂടെ കഴിക്കാറ് അല്ലേ, അതല്ലേ? ആ, നമുക്ക് കോഫിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ക്രിസ്പി പക്കോട, ദെൻ വേറൊരു സമൂസ പോലത്തെ ഒരു സാധനം ഇതുണ്ട് കഴിക്കാൻ. ഇത് വേണ്ടേ ഇതക്കുടൂന്? ഷിംജി കുഞ്ഞാക്ക് എന്താ അവിടെ ഇളക്കിയിരിക്കുന്നത്? പറയണ പോലെ ചെയ്യണോ? അങ്ങനെ നമ്മൾ നല്ലൊരു കോഫി ഒക്കെ കുടിച്ച് ഇപ്പൊ റൂമിലേക്ക് പോവാണ്. പോണ വഴിയിലൊക്കെ കണ്ടോ റോസും പിന്നെ ലില്ലിയൊക്കെ കണ്ടിട്ട്, ആ ലില്ലി പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞേക്കണതിന്റെ അത് അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ കിട്ടണത് അത്. അപ്പൊ അതിന്റെ ഒരു കട്ട് ഇങ്ങനെ എടുത്തിട്ടാ നീ എന്ത് ചെയ്യും? അല്ല, അപ്പൊ ഞാൻ പറയുമ്പോ ആ പൂവിന്റെ കട്ട് കിട്ടാൻ വേണ്ടിട്ടാണ്. അത് മഞ്ഞക്കിളിയാണ്, മഞ്ഞക്കിളി. ജസ്റ്റ് ആ പൂവിന്റെ കട്ട്. സോ ഗൈസ്, നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന റൂം. അതെ, അപ്പോൾ റൂമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. റൂം ടൂർ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ മിസ്സാക്കണമെന്ന് തോന്നിയില്ല. നമുക്ക് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ ഒരു ആളുണ്ട് കേട്ടോ. അങ്ങനെ സന്ധ്യയായി, ഇനി കുറച്ച് നേരം ജിമ്മിൽ പോകണം, അതേപോലെ തന്നെ കുറച്ച് നേരം കുട്ടികൾക്കൊക്കെ ഒന്ന് ഒരു പ്ലേ ടൈം, അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സമയമാണ്. തക്കുടൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, കാരണം തക്കുടു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓടിക്കളിക്കുന്നത്. കുഞ്ഞാറ്റ മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ. ഇപ്പോൾ ഇവിടെ ഐശുവിനെയും കൂടെ കിട്ടിയപ്പോൾ ഐശുവും കുഞ്ഞാറ്റയും കളിക്കുന്നത് കണ്ടിട്ട് അവൾ ഭയങ്കര എന്താ പറയുക, ഒരു പ്രത്യേക തരം ചിരിയും കളിയൊക്കെ ആയിരുന്നു. പിന്നെ ഇതാ അകത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്കുണ്ട്, പുറത്ത് വലിയ പാർക്കുണ്ട്. പിന്നെ ഇതാ 2 ചെറിയ കുട്ടികൾ ഇവിടെ വേറെ കുറേ കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്ലേ ടൈമൊക്കെ കഴിഞ്ഞു, അവിടുന്ന് പോന്നു നേരെ ജിമ്മിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാക്കു പിന്നെ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞാവ കാക്കു പുഷപ്പ് എടുക്കുന്നത് കണ്ടിട്ട് കുഞ്ഞാവയുടെ വക ഒരു പുഷപ്പ് എടുക്കലുണ്ട് കേട്ടോ. അവൾക്ക് അറിയില്ല, പക്ഷെ എന്താ പപ്പ ചെയ്യണേന്ന് നോക്കിയിട്ട് അതേപോലെ അവളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾ ആദ്യമായിട്ടോ ചെയ്യണത്. അതായത് ഒരാൾ ചെയ്യണത് കണ്ടിട്ട് അത് കോപ്പി ചെയ്തിട്ട് അതേപോലെ ചെയ്യാൻ നോക്കും. അപ്പം അത് തലക്കിട്ട് ഇങ്ങനെ കുത്തണപ്പോൾ ഞാൻ ആകെ വണ്ടറായിപ്പോയി. ഇങ്ങനെ അത് അവൾക്കറിയില്ല, എന്നാലും അവളിങ്ങനെ വെറുതെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അവിടെ അതാ വേറൊരാൾ വർക്കൗട്ട് ഇട്ട്, നല്ല വർക്കൗട്ടാണ്, കുട്ടികളുടെ കൂടെയുള്ള വർക്കൗട്ട്. പാവം ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റായിട്ട്
കുഞ്ഞാറ്റയും ഐഷുമോളും ഷെഫിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ എല്ലാവരും എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു വർക്കൗട്ടിൻ്റെ പേരും പറഞ്ഞിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. അവിടെ എല്ലാം സെറ്റായിരുന്നു, ബഫേ ആയിരുന്നു, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിക്കാം. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും ഫ്രഷായി വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ഐഷു നാളെ പോവാ. അപ്പോൾ നാളെ സ്വിമ്മിംഗ് പൂളിൽ പോകും. അതെ, ഇന്ന് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോവാത്തതാണ് നിങ്ങൾ വീഡിയോ എടുക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിലേക്ക് പോയി. കുറേ നേരം സംസാരിച്ചിരുന്നു, ഒരു 2 മണി വരെ നമ്മൾ സംസാരിച്ചിരുന്നിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഒരു 4 മണിക്കാണ് ഗൈസ് കിടന്നുറങ്ങിയത്. ഒരു ഗർഭിണിയുടെ കഷ്ടപ്പാടുകൾ ഓർത്തെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.